നേരത്തെ പല പല പ്രാവശ്യം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വളരെ മഹനീയമായ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർത്ത് നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുക, ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദേവദാസനെ ഹല്ലേലൂയ ഇതിലേക്ക് ഈ ശുശ്രൂഷയ്ക്കായിട്ട് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു ഷിക്കാഗോ പ്രയർ ലൈൻ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ? യെസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇപ്പോൾ അതിശക്തമായ ഇടിയും മഴയുമാണ്. അതുപോലെ തണുപ്പ്, എന്നെ നല്ലപോലെ തണുപ്പ് ബാധിക്കുന്നു. എന്താണെന്നറിയാമില്ല, ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ്. ക്ലൈമറ്റിന്റെ വ്യത്യാസത്തിൽ ഉള്ള തണുപ്പാണ് എന്ന് തോന്നുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവിക ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നമുക്ക് ബലപ്പെട്ട് നമുക്കായിരിക്കാം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സൂമിൽ കടന്നു വന്ന ഇപ്പോൾ ഏകദേശം 12 ഡിവൈസസ് ഞാനിതിൽ കാണുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ആരെയും പേരെടുത്ത് വന്ദനം പറയുവാൻ തക്കൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. അന്യോന്യം നമുക്ക് അറിയാവുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അത്യന്തപരമായ ദൈവശക്തിയുടെ വ്യാപാരം നമ്മിൽ വ്യാപരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിൽ ബലപ്പെട്ട് നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിക്കാം. നമ്മുടെ വിശ്വാസം ആരോഗ്യമുള്ളതായി, ആ വിശ്വാസത്തിന്റെ ആരോഗ്യത്തിൽ നമ്മുടെ ശരീരം ബലപ്പെട്ടിരിക്കാൻ തക്കവണ്ണം ദേഹം, ദേഹി, ആത്മാവ് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൽ പ്രിയരെ, നാം വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സമയങ്ങളിൽ, വിവിധ അവസ്ഥകളിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഏക ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് ആമെ ഒരു കൂട്ടമായി ഇരിക്കുന്ന അനുഭവമായിട്ടാണ് നാം അനുഭവപ്പെടുന്നത്. ആ കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം അവിടെ നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആ സ്നേഹം ഞങ്ങൾ കാൽവരി കുരിശിൽ കാണുന്നു. കാൺമേൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ആ സ്നേഹത്തിൽ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് കർത്താവേ. അടിയങ്ങളായിരിക്കുന്ന സ്ഥലത്തെ നീ അറിയുന്നു, ഞങ്ങളുടെ അവസ്ഥ അവിടുന്ന് അറിയുന്നു, ഞങ്ങളുടെ സമയം അവിടുന്ന് അറിയുന്നു. എന്നാൽ സർവശക്തനായ സർവ്വവ്യാപിയായ ഞങ്ങളുടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ വചനവുമായി നിൽക്കുമ്പോൾ ആ വചനം അങ്ങയായി ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കണമേ. അങ്ങ് വചനമാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നല്ലോ. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ വസിച്ചു. ഇന്നും ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം, സ്തോത്രം. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആവശ്യമായ ആരോഗ്യം തരണമേ. വചനവും അവിടുത്തെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ശക്തിയിരിക്കണമേ. എല്ലാ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾ ക്ഷമിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങയുടെ സന്നിധി ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞുവല്ലോ, നല്ല തണുപ്പ്, ഇടിയും മഴയുമാണ്. അതുപോലെ തണുപ്പ്, ആ തണുപ്പിന്റെ അസ്വസ്ഥത എന്തെന്ന് അറിയുന്നില്ല. അത് ദൈവസന്നിധിയിൽ നമുക്ക് ശക്തമായി തന്നെ ദൈവസാന്നിധ്യം അനുഭവിച്ച് ബലപ്പെടാം. എൻ്റെ മുൻപിൽ നൽകിയിരിക്കുന്ന സമയത്തെ ഞാൻ കൃത്യമായി സൂക്ഷിക്കപ്പെടുന്നു. ആ സമയത്തിനുള്ളിൽ അല്പസമയം എൻ്റെ സാക്ഷ്യവും അതിനുശേഷം അല്പസമയം തിരുവചനവും ധ്യാനിപ്പാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. എൻ്റെ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ 70 വർഷത്തെ സാക്ഷ്യത്തിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ. ഈ 70 വർഷത്തെ പറയണമെങ്കിൽ 70 മണിക്കൂറുകൾ വേണം. എന്നാൽ 1-2 അനുഭവങ്ങൾ മാത്രമായി ഞാൻ സംക്ഷിപ്തമാക്കിക്കൊണ്ട്
തിരുവചനം കേൾക്കുന്ന എൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെടുവാൻ സാധിക്കുവാൻ ഇടയാകട്ടെ. ഞാൻ ഒരു മർത്തമ കുടുംബത്തിൽ വളരെ ഭയഭക്തിയുള്ള അനുഭവത്തോടു കൂടി തന്നെ വളർന്നു വരുവാൻ സാധിച്ചു. എൻ്റെ മാതാപിതാക്കളെ വളരെ ഭക്തിയുള്ളവരായിരുന്നു. എൻ്റെ ഗ്രാൻഡ് പേരൻസും പ്രകാരം തന്നെ മദ്യപിച്ചോ ബഹുലിച്ചോ അങ്ങനെ അസഭ്യ ജീവിതങ്ങൾ ചെയ്തതൊന്നും എനിക്ക് ഓർമ്മയില്ല. മർത്തമാസഭയിൽ തന്നെ വളരെ ശുഷ്കാന്തിയോടെ എല്ലാ ആത്മീയ പക്വതയോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടായി. എന്നാൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അംബിഷൻ, നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ടീച്ചേഴ്സ് ഞങ്ങൾ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം എഴുതി ഉപദേശിയാകണമെന്ന്. അത്ര മാത്രമേ ഉള്ളൂ, ഉപദേശി എന്നെഴുതി. ബാക്കി വിശദീകരണങ്ങൾക്കൊന്നും എഴുതാനൊന്നും പോയില്ല. അന്നത് അവർക്ക് അത്ര പ്രയോജനം എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എനിക്കും മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഉപദേശം സുവിശേഷവേലയും വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ പാലക്കാട് കരിമ്പ എന്ന സ്ഥലത്താണ് വളർന്നു വരുന്നത്. അവിടെ ഉള്ള ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്ന് മുതൽ എനിക്ക് ഉപദേശി എന്നുള്ള പേര് വീണു. എല്ലാവരും ഉപദേശി എന്ന് വിളിക്കുന്ന അവസ്ഥയായി. പിന്നീട് വളർന്ന് മുന്നോട്ട് വരുമ്പോൾ പള്ളിയിലെ യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയായിട്ടൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച നല്ല ആത്മീയമായി പ്രവർത്തിക്കുന്ന ഒരു തീക്ഷ്ണതയായിരുന്നു. വേദവചനം അപ്പോൾ അവിടെ മാമോദീസ ധാരാളം നടക്കുന്നുണ്ട്. അന്നത്തെ കാലമല്ലേ, 1975, 70, 75 കാലഘട്ടങ്ങളിൽ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ഈ മാമോദീസയിൽ അച്ഛനെ സഹായിപ്പാനായി ഞാൻ നിൽക്കുമായിരുന്നു. പള്ളിയിലെ ശുശ്രൂഷകർക്കൊക്കെ സഹായിയായിട്ട് വളർന്നു വരുമ്പോൾ അപ്രകാരം തന്നെ പോകണമെന്നുള്ള നിലയിലുള്ള അഭ്യാസനത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങളെ പോലും മുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാമോദീസ മുക്കുക എന്ന് പറയുന്നു. മാമോദീസ മുക്കിയാണോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ മാമോദീസ മുങ്ങിയവരാണെന്ന് പറയുന്നു. പക്ഷെ മുക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. അതേക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരിക്കല് തലത്തൊട്ടപ്പെണ്ണും തലത്തൊട്ടമ്മ എന്നുള്ള പദവിയുള്ള അവസ്ഥയുണ്ട്. അതില് എന്തോ തർക്കമുണ്ടായി, അവിടെ ചെറിയ കശവിശയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഞാൻ കണ്ടു. പിന്നീട് അവിടെ പുരോഹിതൻ പറയും, ഞാൻ സാത്താൻ ഉപേക്ഷിച്ച് മെശിഹായെ സ്വീകരിക്കുന്നു. ഒരു വാക്കുപോലും ഈ കൊച്ച് അത് ഏറ്റു പറയുന്നില്ല, ആ ഓത്ത് ചെയ്യുന്നില്ല. എല്ലായിടത്തും ഓരോ ഓത്താണ്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താണ്, പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്, ഭരണാധികാരികളെല്ലാം ന്യായാധിപന്മാരെല്ലാം അങ്ങനെ സത്യപ്രതിജ്ഞ എന്നുള്ളൊരു കാര്യം സാമൂഹ്യമായിട്ടുണ്ട്, സഭയ്ക്കുമുണ്ട്. അതാണ് അച്ഛൻ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നതും. എന്നാൽ ഈ കുഞ്ഞത് പറയുന്നില്ല. കൂടെ കൂടി നിൽക്കുന്നവരെ അത് സംസാരിക്കുന്നുള്ളൂ. ഞാൻ ഉൾപ്പെടെ പറയും സാത്താൻ വിശമശായി സ്വീകരിക്കുന്നു എന്നുള്ള വാക്ക്. അങ്ങനെ പല വിഷയാദികളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ മാമോദീസ എന്നുള്ള ഒറ്റ വാക്കുപോലും വേദപുസ്തകത്തിൽ കാണുന്നില്ല. അന്ന് ഞങ്ങളുടെ ആ ദേശത്തെങ്ങും ബന്ധക്കോസ്തുകാരില്ല. അതുകൊണ്ട് ബന്ധക്കോസ്തുകാര് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പാഠമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ അന്നത്തെ തലമുറയിൽ യുവാക്കന്മാർ ഞങ്ങളുടെ ചർച്ചിലുള്ള യുവജന സഖ്യത്തിൽ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കും. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ഈ ബന്ധക്കോസുകാരുടെ ഉപദേശം പഠിപ്പിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ബന്ധക്കോസ് എന്താ അറിയില്ല, ബന്ധക്കോസുകാരെയും കണ്ടിട്ടില്ല. അപ്പൊ അച്ഛനാണ് താർക്കികമായി ഞങ്ങളിങ്ങനെ സംസാരിച്ച് പഠിപ്പിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു വിശ്വാസ സ്നാനം ശരിയാണെന്ന്. പക്ഷെ അച്ഛന് സ്നാനപ്പെടുത്താൻ പറ്റുകയില്ല, കാര്യം കുപ്പായമുണ്ട്, ഈ കുപ്പായം കാരണം പറ്റുകയില്ലെന്ന് അച്ഛൻ പറഞ്ഞത്. പിന്നെ ഏകദേശം 4-5 വർഷത്തോളം കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് ജോലിയിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് പിതാവിൻ്റെ നാമത്തിൽ സ്നാനമെടുപ്പാനിടയായി. പിന്നീട് ഞാൻ ജോലിയെല്ലാം വിട്ട് സ്കൂളിൽ പഠിക്കാൻ പോയി. അതിനുശേഷം 81 നോർത്ത് ഇന്ത്യ പോയി. നോർത്ത് ഇന്ത്യ മുതൽ കേരളത്തിൽ വരെയും 2018 വരെ ഞാൻ ഇന്ത്യയിലായിരുന്നു. അതിനുശേഷം വിസ കിട്ടി ഇവിടേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ചെറിയ തലവേദന ആരംഭിച്ചു.
2020 ജാനുവരിയിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ER വിളിച്ചാ പോയത്. അവിടെ ചെന്ന് ഞാൻ ഉണരുന്ന സമയത്ത് കൈയും കാലും കട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന അനുഭവത്തിൽ എനിക്ക് വിശക്കുന്നു, എൻ്റെ ഭാര്യയെ കാണണം എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നു, ഞാൻ 45 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. ആ ദിവസങ്ങളിൽ ഏതോ ഒരു സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ മരിച്ചുപോയി എന്ന്. അപ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ചർച്ചിലെ പാസ്റ്റേഴ്സും പ്രിയപ്പെട്ടവരൊക്കെ കൂടി ഇരുന്ന് ചിന്തിച്ചെന്ന് എവിടെയാണ് അടക്കേണ്ടത്, ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, കേരളത്തിൽ പോകാനുള്ള സൗകര്യം ഇല്ലല്ലോ, ഇവിടെ എങ്ങനെയാ എന്നൊക്കെ ചിന്തിച്ചു എന്ന്. ഏതായാലും ഞാൻ ആ 45 ദിവസം എന്നുള്ളത് പറഞ്ഞ വാക്കിൽ 45 അതിനുശേഷം ഞാൻ ICUയിലേക്ക് പോയി. പിന്നെ ജാനുവരിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ മടങ്ങി വരുന്നത് ജൂലൈ ആദ്യമാണ്. 5 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നല്ല അനുഭവമാണ്. ഞാൻ എപ്പോഴും ഓർക്കുക അനുഭവങ്ങൾ. ആദ്യമായിട്ടാണ് ഹോസ്പിറ്റൽ ലൈഫ്. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, മറ്റുള്ളവരുടെ ട്രീറ്റ്മെന്റിനൊക്കെ പോവുകയും കാണുകയും എൻ്റെ പേരൻസിൻ്റെ ട്രീറ്റ്മെന്റിനൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റായിട്ട് ഫസ്റ്റാണ്. ആമേൻ. 5 പ്രാവശ്യം എൻ്റെ തലയിൽ സർജറി ചെയ്തു. തലയിലെ സ്കള്ളിൻ്റെ ഈ ഭാഗം എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. അത് 10-60 ദിവസം കഴിഞ്ഞ് വെച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ അത് വെച്ചത് ശരിയായില്ലെന്നും പറഞ്ഞു പിന്നെ പോയി അത് റീഓപ്പറേറ്റ് ചെയ്ത് പിന്നെ വെച്ചു. അങ്ങനെ വളരെ മരണകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ട അവസ്ഥ വന്നു. ആ 45 ദിവസം കിടന്ന സമയത്ത് ഡോക്ടേഴ്സ് മരിച്ചുപോയി എന്ന് പറഞ്ഞ സമയത്തായിരിക്കാം എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവജനത്തിൻ്റെ ആത്മീയ ആരോഗ്യത്തിനായി വിശ്വാസത്തിന് ഉറപ്പിനും ധൈര്യത്തിനുമായി ഞാൻ പ്രസ്താവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂതൻ വന്ന് എൻ്റെ വലത്ത് കൈയിൽ പിടിച്ച് എന്നെ തൂക്കിക്കൊണ്ട് തൂക്കിപ്പിടിച്ച് പറന്നു പോകുന്നു. പറന്നു പോകുക എന്ന് പറഞ്ഞാൽ ചിറകടിച്ചു പോവുകയല്ല, പ്ലെയിനൊക്കെ പോകുന്ന പോലെ തെന്നി ഇങ്ങനെ ഫ്ലോ ചെയ്തു പോകുന്ന ഒരു പോക്കാണ്. അത് വലിയ സ്പീഡാണ്. ഐ കാൻറ്റ് മെഷർ ദാറ്റ് സ്പീഡ്. ആ സ്പീഡ് നമുക്ക് അങ്ങോട്ട് അളന്നെടുക്കാൻ പറ്റത്തില്ല. കണ്ണടയ്ക്കുന്ന സ്പീഡിൽ പോകുമ്പോൾ വൺ സൈഡ് വലിയ തീ കടലാണ്. ആ തീക്കടലിനകത്ത് ഹ്യൂമൻ സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നു, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവിടുന്ന് പോയി വലിയ തേജസ്സിലേക്ക് കയറി, വലിയ ഒരു ഗ്ലോറിയസ് ലൈറ്റ്. ആ തേജസ്സിൽ അകത്ത് കയറിയില്ല, കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, ഭൂമിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു എന്ന്. ആ ദൂതൻ അതേ സ്പീഡിൽ തിരികെ കൊണ്ടുവന്നിട്ട് എൻ്റെ ബോഡിയിൽ എന്നെ കൊണ്ട് വിടുന്നു. അതൊരു അനുഭവമാണ്, ദർശനമല്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പിടുത്തത്തിൻ്റെ അനുഭവം പോലെ തോന്നുന്നുണ്ട്. അതുപോലെ 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഞാൻ അങ്ങനെ തൂക്കിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയൊരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞ് തൂങ്ങിക്കിടക്കുന്നത് പോലെ ഞാൻ തൂങ്ങിക്കിടക്കുന്ന ഒരു അനുഭവം എനിക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഇത്രയും പറഞ്ഞതിൻ്റെ സാരാംശം, 1, സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. അത് സത്യമായ അവസ്ഥയാകുന്നെന്ന് പ്രസ്താവിപ്പാൻ തക്കണമുള്ള അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. 2, ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, ഭൂമിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് അന്യോന്യം പ്രാർത്ഥിക്കുക. നാം 13 പേരുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമാറാകട്ടെ. പിന്നീട് ഡോക്ടേഴ്സ് പറയുന്നു, ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് 1 സൈഡ് പാരലൈസ്, പിന്നെ സംസാരം, കേൾവി, കാഴ്ച, ഓർമ്മ ഇതെല്ലാം വളരെ പാരലൈസായി തീരും. ഭാഷ്യമായി മാത്രമേ വരികയുള്ളൂ. എന്നൊരു വാക്ക് ഒക്കെ തന്നിരുന്നു. എന്നാൽ ദൈവത്തിന് കൃപയാൽ ആരോഗ്യത്തോടുകൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു. എന്നാൽ ഇടയ്ക്ക് ചിലപ്പോൾ അല്പമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഡോക്ടേഴ്സ് പറയുന്നത്, തോമസ്, യു ആർ എ മിറക്കിൾ മാൻ, നിങ്ങളൊരു അത്ഭുതപ്പെട്ട മനുഷ്യനാണ്. 1000 ഞരമ്പുകൾ മുറിഞ്ഞതാണ്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, മെഡിക്കൽ സയൻസ് അല്ല.
ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയും. 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകണം. ഞാൻ എൻ്റെ സാക്ഷ്യത്തിന്റെ വാക്കുകളെ നിർത്തുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ ജോലിയിലൊന്നും പോകുന്നില്ല, ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അതിൻ്റെതായ വൈഷമ്യത, ഭാരം ഞങ്ങൾക്കുണ്ട്. ഞാനും എൻ്റെ വൈഫും മാത്രമേ ഇവിടെയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എവിടേക്ക് വിസ ലഭിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ വാക്കുകൾ സാക്ഷ്യത്തിൽ കൂടി പ്രസ്താവിക്കപ്പെട്ടത് വിശ്വാസ സ്നാനം ശരിയാണ്. മാമോദിസ എന്നുള്ള സാമുദായിക അവസ്ഥയിൽ ഞാൻ സമുദായക്കാരെ ആരെയും കുറ്റം പറയും. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനൊരു മദ്യപാനിയെ സ്നേഹിക്കുന്നു, പക്ഷേ അവൻ്റെ മദ്യപാനത്തെ ഞാൻ സ്നേഹിക്കത്തില്ല. പാപിയെ ഞാൻ സ്നേഹിക്കുന്നു. അവനെ ആ വ്യക്തിത്വ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നാം പാർഷ്യാലിറ്റി കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതിനെക്കുറിച്ചും ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തിരുവചനത്തിൽ നിന്ന് അല്പമായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നൽകപ്പെട്ട സമയം പൂർണ്ണമായി ലഭിച്ചില്ല എങ്കിൽ തന്നെ ദേവദാസന്മാർ ഞാൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം സാവകാശം ഉണ്ടെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. എങ്കിലും ദൈവാത്മാവ് നമ്മെ നടത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഒരാത്മചൈതന്യത്തിൽ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയിൽ ആമേൻ നമുക്ക് മുൻപോട്ട് പോകാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് ശക്തനാകയാൽ ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു പുതുബലം, പുതുശക്തി ഏറ്റുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ വേദവചനത്തിൽ നിന്ന് എനിക്ക് ചില വേദവാക്യങ്ങൾ വായിച്ചു തരുവാൻ സൗകര്യമുള്ളവ ചെയ്യണമേ. എനിക്ക് ഓരോ പോർഷൻസ് എടുത്ത് വരുവാനുള്ള സാവകാശം ലഭിക്കുന്നില്ല. ആകയാൽ ചില വാക്യങ്ങൾ വായിക്കേണ്ടി വരും. ആയതിനായി തയ്യാറായി ഇരിക്കുന്നവർ ഏറ്റവും നന്നായിരിക്കും. എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ബൈബിൾ കയ്യിൽ ഇല്ല എങ്കിൽ കയ്യിൽ ബൈബിൾ എടുത്ത് വയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ആമേൻ. സാവകാശമുള്ള വചനത്തെ വായിച്ചു തരുന്നത് ഉചിതമായിരിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വലിയ സാഹിത്യ ഭാഷയിലൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഗ്രീക്ക് ഭാഷയോടെ വാക്കുകളോ അങ്ങനെയുള്ള വാക്കുകളിലേക്കൊന്നും പോകുന്നില്ല. ലളിതമായി മാത്രമായിരിക്കും എന്നെ ദൈവാത്മാവെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വചന ശുശ്രൂഷ ഭാഗങ്ങൾ. ഇടയ്ക്ക് പാട്ട് പാടുവാനുള്ള കഴിവൊന്നും എനിക്ക് ഇല്ല. ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. ആകയാൽ ആത്മനിറവോടുകൂടി കർത്താവെ എന്നോട് സംസാരിക്കണമേ. ഈ എൻ്റെ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവർക്ക് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം കണ്ടു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു. അന്യോന്യം പ്രാർത്ഥിപ്പാനുള്ള ആത്മചൈതന്യം ലഭിക്കപ്പെട്ടു കഴിഞ്ഞു. തുടർന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ഒരു വേദവചനം വായിക്കട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 36-ാം വാക്യം, 36-37 വാക്യങ്ങൾ വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 36-37 വാക്യങ്ങൾ. പിന്നെ രാജാവ് ശിമെയെ വരുത്തി അവനോട്, നീ യെരൂശലേമിൽ നിനക്കൊരു വീട് പണിത് പാർത്തുകൊള്ളുക. അവിടെ നിന്നും പുറത്തെങ്ങും പോകരുത്. പുറത്തിറങ്ങി കിദ്യോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു. ശിമെയി രാജാവിനോട് അത് നല്ല വാക്ക് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഒരു സംഭവത്തിന്റെ ഒരു വേദവാക്യമാണ് നാം വായിച്ചത്. എങ്കിൽ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കർത്താവിൽ പ്രിയരെ, പഴയ നിയമ അനുഭവങ്ങളുടെ വിഷയത്തിൽ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ കർത്താവ് എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമം പുതിയ നിയമമായിട്ടുള്ള കമ്പാരിറ്റീവിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ വാക്യത്തിൽ മാത്രം നിന്നുകൊണ്ട് പുതിയ നിയമ ഉപദേശത്തെ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് 1 കൊരിന്ത്യർ 10-ന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം ഒന്ന് വായിപ്പാൻ സാധിക്കട്ടെ. പഴയ നിയമത്തിലെ സംഭവങ്ങൾ എന്തിനാണ് എന്നുള്ളത് ആ 2 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 1 കൊരിന്ത്യർ
10-ാം അധ്യായം 6-ാം വാക്യം. 1 Corinthians chapter 10 verses 6 and 11. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, ഇത് അവർ നമുക്ക് മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. നാം ദുർമോഹികളാകാതിരിക്കും. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അപ്പോൾ ഇത് ദൃഷ്ടാന്തമായി നമുക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്ക് ഒരു ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അതെ, അതും അവിടെ എഴുതിയിരിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. പഴയ നിയമ സംഭവങ്ങളെല്ലാം തന്നെ പുതിയ നിയമസഭയ്ക്ക് ദൈവമക്കൾക്ക് ദൃഷ്ടാന്തമായി സംഭവിക്കുകയാണ്. ആ കാഴ്ചപ്പാടിലാണ് ഓരോ ഭാഗങ്ങളും വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ചൈതന്യം ദൈവാത്മ വ്യാപാരമാകുന്നുവെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായി ആത്മാവിൽ വിവേചിപ്പാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇതിനുവേണ്ടി പറയുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, എന്നാൽ ദൈവശക്തിയാകുന്നു. അപ്പോൾ ഈ ക്രൂശിന്റെ വചനം ബൈബിൾ തന്നെ 2 വിധത്തിൽ പ്രവർത്തിക്കപ്പെടുന്നു. ഒരു ഭാഗത്ത് അത് പോഷത്വമായി തോന്നുന്നു, ഒരു ഭാഗത്ത് ദൈവശക്തിയായി വ്യാപിക്കപ്പെടുന്നു. നാം വായിച്ച ഈ വാക്യങ്ങൾ നമുക്ക് ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. ആമേൻ. ദൃഷ്ടാന്തമായി സംഭവിച്ചു. അത് തന്നെ അത് അവിടെ പറയുന്നത്, അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ചെങ്കടൽ കടന്നു, മോശയോട് ചേർന്നു, ഒരേ ആത്മീയാഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. പുതിയ നിയമസഭയെ അവിടെ കാണിക്കുന്നു. എങ്കിലും അവരിൽ മരുഭൂമിയിൽ അവരെ തള്ളിയിട്ടു, അവര് പട്ടുപോയി. അത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. രണ്ടാമത് നമ്മൾ വായിച്ചത്, ഇത് ദൃഷ്ടാന്തമായി ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അതും എന്തുകൊണ്ട്? ദൈവത്തെ പരീക്ഷിച്ചു, അവർക്ക് നാശം സംഭവിച്ചു എന്ന്. അതുകൊണ്ട് എൻ്റെ വചന ശുശ്രൂഷയുടെ ആമേൻ കാതലായ, അല്ലെങ്കിൽ അതിന് ഹെഡിങ് പറയുവാൻ പറ്റുന്നതാണ് ആമേൻ 12-ാമത്തെ വാക്യം. ആ 12-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാം. ആകയാൽ 12-ാം വാക്യം, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നാം വായിച്ച കുറിവാക്യം, നീ യെരൂശലേമിൽ നിനക്ക് വീട് പണിത് പാർക്കുക, അവിടെ നിന്നും പുറത്തിറങ്ങി പോകരുത്. ഇത് ശലോമോൻ ശിമെയിയോട് പറഞ്ഞ വാക്കാണ്. ശിമെയി ദാവീദിനെ ശപിച്ചുകൊണ്ട് നടന്നു. ഞാൻ ആ വാക്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു വരുമ്പോഴേക്കും സമയം പോകും, അതുകൊണ്ട് വാക്യങ്ങളെ ഞാൻ എടുക്കുന്നില്ല. 2 ശമൂവേൽ 16-ാം അധ്യായത്തിലുണ്ട്, വായിച്ചാൽ മതി. അപ്പോൾ അന്ന് തന്നെ ദാവീദ് ശിമെയിയെ കൊല്ലുവാൻ യോഗ്യനായിരിക്കുന്നവനാണ്, മരണത്തിന് യോഗ്യനായവൻ, മരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ. എന്നാൽ അവന് കാലാവധി ദീർഘമായി നീട്ടി അവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് യെരൂശലേമിൽ വീട് വെച്ച് പാർക്കണം. യെരൂശലേം ദൈവിക സാന്നിധ്യത്തെ കാണിക്കുന്നു. ആമേൻ. അതേക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ അതിനോട് കമ്പാരിറ്റീവ് ചെയ്ത് പഠിക്കുമ്പോൾ, പുതിയ ദൈവത്തിലെ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം പെട്ടെന്ന് വായിച്ചു വിടാം. ആമേ, സ്തോത്രം. എഫേസ്യർ 2:1 മുതൽ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മുൻപേ ഉള്ള കാലം, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ, അല്ലെങ്കിൽ സത്യത്തിന്റെ അവസ്ഥ കണക്കാക്കുന്നതിന് മുൻപേ, ശിമെയെ പോലെ ശപിക്കപ്പെട്ടവനായി, അതേ മരണത്തിന് യോഗ്യമായ അനുഭവത്തിൽ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് അനക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്ന അനുഭവം, അതൊക്കെ വാക്യപ്രതിവാക്യമായിട്ട് പഠിച്ചു വരുമ്പോൾ മണിക്കൂറുകൾ എടുക്കും.
ഞാൻ അതിനെ വ്യാഖ്യാനിച്ച് മുണ്ടിക്കാൻ നിൽക്കുന്നില്ല. എന്നാൽ തുടർന്നും പെട്ടെന്ന് ആ വാക്യം വായിച്ചു വിടാം. 3-ാം വാക്യം വായിക്കാം. 3-ാം വാക്യം 2:3. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കോപത്തിന്റെ മക്കളായിരുന്നു. ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്ന് ജഡത്തിന്റെ ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട്. അത് മുന്നോട്ട് വായിച്ചു വരുമ്പോൾ 5-ാം വാക്യം കരുണാമയനായ ദൈവം തുടർന്ന് വായിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളെ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തിനേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി ജീവിക്കുമ്പോഴാകട്ടോ, അല്ലാതെ സ്വർഗത്തിൽ ചെന്നിരിക്കുന്നല്ല. ഈ ശാപയോഗ്യനായി മരണയോഗ്യനായ ശിമി യെരൂശലേമിൽ വീട് വെച്ച് പാർക്കുക എന്ന് പറഞ്ഞ അനുഭവത്തെ പുതിയ നിയമ ഉപദേശവും വരുമ്പോ നമ്മെ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. കരുണാസമ്പന്നനായ കർത്താവ് നമ്മെ വീണ്ടെടുത്തു, രക്തത്താൽ വീണ്ടെടുത്തു. വിശ്വാസം മൂലം നാം കർത്താവിനെ രക്ഷിതാവാക്കി സ്വീകരിച്ചു. സ്വർഗരാജ്യത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. യെരൂശലേം രാജാവിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. യെരൂശലേം സുരക്ഷിതമുള്ള സ്ഥലമാണ്. മഹാരാജാവായ ശലോമോന്റെ കൊട്ടാരത്തിൽ തന്നെയാണ്, സമീപം തന്നെയാണ്. നമുക്കൊരു പുതിയ യെരൂശലേം നിത്യതയിൽ പണിയപ്പെടുന്നുണ്ട്. ആ യെരൂശലേമിനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവിതയാത്രയെങ്കിൽ ഈ ഭൂമിയിലും നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ അവിടെ കൽപ്പന കൊടുത്തിട്ടുണ്ട്, നീ പുറത്തെങ്ങും ഇറങ്ങി പോകരുത്. ആ വാക്യം വായിക്കുമ്പോൾ അതേ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെയാണ്. ആമേൻ. ദൈവ പൈതലേ, നാം കേൾക്കുക, വീട് പണിത് അവിടെ പാർക്കണം. എവിടാ പാർക്കുന്നത്? പാർക്കുക എന്നുള്ളൊരു വിഷയം വളരെ വിഷയമായി. ഈ ഭൂമിയിൽ താമസിക്കാൻ വീട് വേണം, വീട്ടിൽ താമസിക്കണം. 15 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ആമേൻ. യഹോവയുടെ 1:1 ആ വാക്യം 15:1 യഹോവയുടെ കൂടാരത്തിൽ ആര് വസിക്കും? വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ആമേൻ. 91 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അത്യുന്നത മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുക. പാർക്കുന്നതിന്റെ ഒരു അനുഭവം. നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, നീ എവിടെ പാർക്കുന്നത്? കർത്താവ് പറയുന്നു, വന്ന് കാൺമീൻ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്, എവിടെ പാർക്കുന്നത് എന്നുള്ളൊരു വാക്ക്. അടുത്തതായിട്ട് നാം കാണുന്നത്, അവിടെ വീട് പണിത് അവിടെ താമസിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന് പൈതലേ, നാം യെരൂശലേമിൽ വീട് വെച്ച് പണിത് താമസിക്കുകയാണ്. എന്നാൽ അവിടെ നിന്നും പുറത്തു പോകരുത്. അടുത്ത ഭാഗത്ത് 37-ാം വാക്യത്തിൽ പറയുമ്പോൾ, പുറത്തിറങ്ങി കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീയെ മരിക്കേണ്ടി വരും. അപ്പൊ വീട് പണിത് അവിടെ താമസിക്കാൻ അനുവാദമൊക്കെ തന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടു, ദൈവവിധമായി ജീവിക്കുന്നു. എന്നാൽ ഈ ഭവനം വിട്ട് നീ മുന്നോട്ട് പോയാൽ, അതിര് വിട്ടു പോയാൽ, കിദ്രോൻ എന്നൊരു അതിര് വെച്ചിട്ടുണ്ട്, ഒരു മതിലുണ്ട്. ആമേൻ. പ്രവാചക പുസ്തകത്തിൽ പറയുന്നു, വിശുദ്ധമായതിനും സാമാന്യമായതിനുമായി ഒരു അതിരുണ്ട്. ദൈവസഭയ്ക്ക് ഒരു അതിര് വെച്ചിട്ടുണ്ട്. ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. ദൈവസഭ അശുദ്ധവുമായി യാതൊരു യോജിപ്പുമില്ല. അതിർത്തി വിട്ടു പോകരുത്. ചെറുപ്പത്തിൽ നാം കഥ കേട്ടിട്ടുണ്ട്. ആമേൻ. അമ്മയെ അനുസരിക്കാത്ത ആട്ടിൻകുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ആമേൻ. നല്ല ദ്രാവുള്ളപ്പോൾ ആട്ടിൻകുട്ടി തള്ളയാട് പറഞ്ഞ കേൾക്കാതെ തുള്ളിച്ചാടി വെളിയിൽ പോയി. അതിന്റെ കൂടിന്റെ വേലിയെല്ലാം മുന്നും കഴിഞ്ഞ് അപ്പുറത്ത് പോയി എന്നും അവിടെ നിന്ന് കുറുക്കൻ വന്ന് പിടിച്ചുകൊണ്ട് പോയ കഥ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അർത്ഥവത്തായ കഥകളാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങി, നമ്മുടെ ജീവിതത്തിന്റെ യാത്രാമധ്യമുള്ള ക്ലേശങ്ങളിൽ കുടുങ്ങി, ദൈവസഭയിലെ ഉപദേശങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകരുത്. വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കപ്പെടണം. അശുദ്ധമായതും വിശുദ്ധമായതുമായി യോജിക്കുവാൻ പാടില്ല. നീ പുറത്തിറങ്ങി പോയാൽ എന്തു ചെയ്യും? മരിക്കും. 37-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു. 38-ാം വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്.
38 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 2 38 വേഴ്സ്. ഒരു നല്ല രാജാവിനോട് അത് നല്ല വാക്ക് യജമാനായ രാജാവ് കേട്ടതുപോലെ കൊള്ളാമെന്ന് പറഞ്ഞു. നല്ല വാക്ക്, ഒരു എഗ്രിമെന്റ് ചെയ്തു. ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോട് യോജിക്കുമ്പോൾ, സ്നാനമെന്ന ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഒന്ന് പറയാമോ? നമുക്ക് അറിയാവുന്നതാണല്ലേ. ഞാൻ എന്റെ ജീവന്റെ കിരീടം വിശ്വാസികളിൽ നിന്ന് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ആവശ്യശീലമായി എനിക്ക് ഇപ്പോഴും വരുന്നത്. ക്ഷമിക്കുക, ഞാൻ പറഞ്ഞ വലിയ പ്രാസംഗികനായിട്ടുള്ള പ്രസംഗമല്ല അമ്മേ. അപ്പോൾ ജീവകിരീടം പ്രാപിക്കും. യെസ്, ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം. നല്ല വാക്ക്, ഒരു എഗ്രിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ചു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുന്നു. മരണം വരെയും വിശ്വസ്തനായി നിന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഏറ്റെടുത്തു, സമ്മതിച്ചു. മുൻപോട്ട് വന്നപ്പോൾ ഹല്ലേലൂയ, അതിന്റെ 39-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. 39. 3 സംവത്സരം കഴിഞ്ഞപ്പോൾ ശിമയുടെ 2 അടിമകൾ മാഖയുടെ മകനായ ആക്കീശ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ശിമയിക്ക് അറിവ് കിട്ടി. അപ്പോൾ ശിമയി എഴുന്നേറ്റ് കഴുതിക്ക് കോപ്പിട്ട് പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആക്കീശിന്റെ അടുക്കൽ പോയി. അങ്ങനെ ശിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്നും കൊണ്ടുവന്നു. ശിമയി യെരൂശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോൻ അറിവ് കിട്ടി. അപ്പോൾ ഹല്ലേലൂയ. അപ്പൊ എഗ്രിമെന്റ് എല്ലാം ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ്. അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. രാജാവിന്റെ സുരക്ഷിതത്വമുണ്ട്. അങ്ങനെ അവനങ്ങ് സമ്പന്നനായി, സമ്പത്ത് വർദ്ധിച്ചു. കാര്യം അവിടെ കാണുന്ന എന്താ, 2 അടിമകള്. അപ്പൊ അടിമകളെ വെച്ച് പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള സമ്പത്തിന്റെ അവസ്ഥയുണ്ടായി. ആമേൻ. അന്നത്തെ കാലത്ത് മൃഗം സമ്പത്തും കൃഷികാര്യങ്ങളുമായിരുന്നു സമ്പത്ത്. എൻ്റെ ചെറുപ്പകാലത്തും കൂടുതൽ കൃഷിക്കാരായിരുന്നു. മലബാർ ഭാഗത്തൊക്കെ എസ്റ്റേറ്റുകളും തോട്ടങ്ങളും നെൽകൃഷികളൊക്കെ വാങ്ങിച്ച് കൃഷി ചെയ്യുന്നവരായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ, ഇന്നെല്ലാം ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി ജോലി ചെയ്തൊക്കെ ആ പണവും സമ്പത്തും ബാങ്ക് ഡിപ്പോസിറ്റും ഒക്കെ ആയിട്ട് ആ സമ്പത്ത് വരുന്നത്. കെട്ടിടങ്ങൾ ഇവിടെയൊക്കെ 10-25 വീടുകളുള്ളവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെയാ സമ്പത്ത്. അപ്പോൾ അവിടെ അടിമ സമ്പത്ത് ഉണ്ട്. ആ സമ്പത്തിൽ 2 പേര് ഓടിപ്പോയി. 3 വർഷം കഴിഞ്ഞിട്ടാ, 3 വർഷം കൊണ്ട് സമ്പന്നനായി തോന്നും. അവര് പോയി എന്ന് കേട്ടപ്പോൾ, ഇവൻ കൊച്ചു മുതലാളിയാണല്ലോ, മിടുക്കനാണല്ലോ, അങ്ങനെ മിടുമിടുക്കന്മാര് ധാരാളമുണ്ട്. അവൻ കഴുതയ്ക്ക് കോപ്പിട്ടുകൊണ്ട് അതിര് വിട്ട് അപ്പുറത്ത് ഗത്തിൽ പോയി. ഗത്തിന്റെ ഒന്നും അർത്ഥം ഞാൻ എടുത്ത് പറയുന്നില്ല. കിദ്രോൺ, ഗത്ത്, ഇതിനൊക്കെ അർത്ഥമുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. നമ്മുടെ ആശയം എത്രയേ ഉള്ളൂ, ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വന്ന് സുഖലോലുപമായി ആഡംബര ജീവിതത്തിലുള്ള സൗകര്യങ്ങൾ വന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്ത വാക്ക് ലംഘിച്ചുകൊണ്ട് അതിര് കടന്നുപോയി. ആമേൻ. അത് ശലോമോൻ അറിവ് കിട്ടി. ശലോമോൻ ആളയച്ചു വരുത്തി, നീ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക. മരണയോഗ്യനായവനെ രക്ഷപ്പെട്ടു, സ്വർഗരാജ്യത്തിൽ ഇരുത്തി. എന്നാൽ തെന്നിപ്പോയി. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോൾവീൻ. ദൈവം ഇതില് അനേകരെ കൃപ വിട്ട് നഷ്ടപ്പെട്ടു പോയി, ഉപദേശം വിട്ട് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ദൈവസഭയ്ക്കുള്ളിൽ തന്നെ പല വിധത്തിലുള്ള അവസ്ഥകളിൽ മാറ്റപ്പെട്ടു പോയി. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചു നോക്കാൻ എന്റെ സമയം പോകുന്നു. എനിക്കും തലവേദനയും തലയ്ക്ക് ക്ഷീണം വരുന്നു. അതിന്റെ 42-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ രാജാവ് ആളയച്ച് ശിമിയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ നിന്നെ കൊണ്ട് യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ചു. സാക്ഷീകരിക്കുക വന്നതാ, മരണപര്യന്തം ഞാൻ വിശ്വസ്തനായി നിന്നുകൊള്ളാം.
ജീവഹിതത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് പോകാം, നല്ലപോലെ വലിയ വിശ്വാസം കാക്കാമെന്ന് വന്ന് പറഞ്ഞതാ. പക്ഷെങ്കിൽ സാഹചര്യം വന്നപ്പോൾ അവൻ ആ കൽപ്പന തെറ്റിച്ചു കളഞ്ഞു. അടുത്ത വായിക്കാം, തുടർന്ന് വായിക്കാം. യഹോവ നാമത്തിൽ സത്യം ചെയ്ത് സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ? അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്തെന്ന് ചോദിച്ചു. പിന്നെ രാജാവ് ശിമെയോട്, നീ എന്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ. യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും. എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദയുടെ മകൻ ബെനായാവോട് കൽപ്പിച്ചു. അവൻ ചെന്ന് അവനെ വെട്ടിക്കൊന്നു. അങ്ങനെ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. അവനെ വെട്ടിക്കൊന്നു. തലപോയ ശരീരം മാത്രം. തലപോയ ശരീരം ഇന്ന് അനേക സഭകളിലുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 50 വർഷം മുൻപ് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ബോഡി കിടക്കുന്ന കണ്ടു. ഒരു കേടുമില്ല, നല്ല വാണിഷാട്ടിട്ട ഒരു ബോഡി, പക്ഷെ തലയില്ല. തല നഷ്ടപ്പെട്ടു പോയി. അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാണുന്നതും കേൾക്കുന്നതായിട്ട് വ്യത്യാസമുണ്ടല്ലോ. ട്രെയിൻ പാളത്തിൽ തല വെച്ച് തല പോയതാ. ഇതുപോലെ തലയില്ലാത്ത ശരീരങ്ങൾ ഉണ്ട്. ഞാനത് പുതിയ നിയമത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എടുക്കുന്നില്ല. തലയെ മുറുകെ പിടിക്കാതെ ആ 1 പോയിട്ടൊന്ന് വായിച്ചേക്കാം. സമയം പോയെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ആ വാക്യം നമ്മൾ വായിക്കുന്നത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കൊലോസ്യർ 2:6. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർ 2:6. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. കൈക്കൊണ്ടതുപോലെ അവന്റെ അടുത്ത വാക്യം. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ വർദ്ധിച്ച് സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പീൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് അതിന്റെ ആ ഭാഗത്തിൽ തന്നെ വരുമ്പോൾ തലയെ മുറുകെ പിടിച്ചെന്ന് പറഞ്ഞ വാക്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 2:18. ക്രിസ്തുവിനു താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളെ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുതേ. തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. തലയിൽ നിന്നാണ് ദൈവിക വളർച്ച പ്രാപിക്കുന്നത്. തലയെ മുറുകെ പിടിക്കാതെ, തലയില്ലാത്ത ശരീരം. തല പോയി, അത് വെട്ടിക്കളയപ്പെട്ടു. ദൈവസേനയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സംഭവം നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. നിൽക്കുന്നവൻ തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. യോഗ്യനായി തീർന്ന ശിമെയെ യെരൂശലേമിൽ വീട് വെച്ച് പാർക്കുവാൻ അനുവാദം കൊടുത്തു. അവൻ ധനികനായി സമ്പന്നായി ഭൗതികമായ വളർച്ച സ്വർഗീയമായ അനുഗ്രഹം എല്ലാം പ്രാപിച്ചു വന്നപ്പോൾ അവനെ പിശാചിന്റെ തന്ത്രത്തിൽ കുടുക്കി അവന്റെ അടിമകൾ 2 അകന്നു. അവൻ അതിര് വിട്ടുപോയി. എന്നാൽ അവന് ഇറങ്ങിപ്പോകേണ്ട ഒരു ആവശ്യവുമില്ല. കാര്യം അവൻ അവിടെ നിന്ന് ശലോമോൻ രാജാവിനോട് പറഞ്ഞാൽ മതി, രാജാവേ, എൻ്റെ 2 അടിമകൾ ഇതാ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അവരെന്നെ വിട്ടുപോയിരിക്കുന്നു. രാജാവിൻ്റെ കിങ്കരന്മാരെ ഭടന്മാരെ വിട്ട് അവരെ തേരഞ്ഞു പിടിച്ചിവിടെ കൊണ്ടുവരുമായിരുന്നു. ഇവന് പോകേണ്ട ആവശ്യം. നമുക്ക് ദൈവസഭയിലായിരിക്കും. ദൈവത്തിന്റെ പൈതല് സ്വർഗരാജ്യത്തിലിരുത്തിയിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിലിരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് സ്വർഗദൂതന്മാർ നമുക്ക് ശുശ്രൂഷയ്ക്കുണ്ട്. ആകയാൽ നിൽക്കുന്നു തോന്നുന്നവൻ
വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ ധ്യാനിച്ച് നോക്കാം. കർത്താവേ, എൻ്റെ വളർച്ച എങ്ങനെയുണ്ട്? ഞാൻ പണിത ഭവനം എങ്ങനെയുണ്ട്? ആ ഭവനം ശാപഗ്രസ്തമായി തീരപ്പെടുന്നുണ്ടോ? എൻ്റെ തലമുറ എങ്ങനെയുണ്ട്? നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങയുടെ വരവിനായി നമ്മെ ഒരുക്കാം. നല്ലപോലെ ഒരു വിശ്വാസം കാത്ത് നീതിയുടെ ഗീതം പ്രാപിപ്പാനായി യെരൂശലേമിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്നുള്ള നന്മകളെ അനുഭവിച്ച് മുന്നോട്ട് പോകാം. ഈ ലോകം വിട്ടുപോകുമ്പോൾ നമുക്ക് പുത്തനാമൊരു യെരൂശലേമുണ്ട്. യെരൂശലേമിലേക്ക് പോകാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ വചനം കേട്ട എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആവശ്യമായ ആരോഗ്യം ലഭിക്കുവാൻ, ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സാമ്പത്തികമായ അനുഭവങ്ങൾ, ഭദ്രതകളെ ലഭിക്കപ്പെടുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ വേലിയിൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, തലമുറ നഷ്ടപ്പെട്ട് തലമുറ വിശ്വാസത്തിൽ നിന്ന് പോയി ഇന്നത്തെ പെന്തക്കോസ്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം. ഞാൻ വളരെ ഖേദിച്ച് കരയുന്ന കാര്യമാണ്. ഉപദേശം വിട്ട്, വിശ്വാസ ജീവിതം വിട്ട്, വിശുദ്ധ ജീവിതം വിട്ട് ലോകപരമായി നീങ്ങുന്ന അനേക തലമുറകളെ കാണുന്നുണ്ട്. നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ജയിക്കുമാറാകട്ടെ. ദൈവം തന്ന ഈ വചനത്തിനായി കരങ്ങൾ ദൈവത്തെ സ്തുതിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എനിക്ക് ജയിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസനിലൂടെ എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ജോയ്സ് മാത്യൂസ് പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ മീറ്റിംഗ് പൂർണ്ണമാകുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ശിമെയി മരണയോഗ്യനായിരുന്നു, ദാവീദിനെ അധിക്ഷേപിച്ച്. എന്നാൽ ദാവീദ് അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചില്ല. കൂടുതൽ രക്തപങ്കിലമാകണ്ട. എന്നാൽ ബുദ്ധിമാനായ ശലോമോനോട് പറഞ്ഞു, നിനക്ക് അറിയാമല്ലോ, നീ അത് വേണ്ടവണ്ണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തന്നെ തെറ്റുകൊണ്ട് അവൻ മരിക്കുന്ന ഒരു സാഹചര്യം ബുദ്ധിമാനായ ശലോമോൻ ഉണ്ടാക്കി. അങ്ങനെയാണ്. എന്നാൽ അവനോട് പറഞ്ഞു, നീ ഈ യെരൂശലേമിൽ നീ താമസിച്ചു, യെരൂശലേം വിട്ട് നീ പോകരുത്, ദൈവത്തിൻ്റെ നഗരമായ യെരൂശലേമിൽ തന്നെ നീ താമസിക്കുക. എന്നാൽ അവൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള ലോകത്തിൻ്റെ ബന്ധപ്പാടുകളും അതിലൊക്കെ ഉൾപ്പെട്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മരണയോഗ്യരായിരുന്ന നമ്മളെ കർത്താവ് വീണ്ടെടുത്ത് ആ ദൈവസന്നിധിയിൽ നമ്മളെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, അടിമയ്ക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഓടിപ്പോവുകയാണ്. എന്നാൽ അത് നമ്മളെ നാശത്തിലേക്ക് നമ്മളെ നയിക്കും. പൗലോസ് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയോടുകൂടെ നിങ്ങൾ ഇരിക്കണം. ഏകാഗ്രത മാറുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടല്ലോ, കർത്താവിൻ്റെ ആ കൂട്ടായ്മയിൽ നിങ്ങൾ വസിക്കുക, ആ ദൈവ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കുക. കർത്താവിൻ്റെ ദാസൻ എത്ര മനോഹരമായിട്ട്, എത്ര ശക്തമായിട്ട് അത് പറഞ്ഞു. തൻ്റെ അനുഭവങ്ങളൊക്കെ കേട്ടല്ലോ. പ്രിയമുള്ളവരെ, എത്ര ഭയങ്കരമായിട്ടുള്ള 6 മാസമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പണ്ട് കാലത്തൊക്കെ ആളുകൾ കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൻ്റെ നയം, ഇൻഷുറൻസിൻ്റെ നയം എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുക എന്നുള്ളതാണ്. നാട്ടിലും അങ്ങനെ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ സെയിം ഡേ സർജറി എന്നൊക്കെ ഉണ്ട്. ഒരുവിധപ്പെട്ട സർജറി. എനിക്ക് ഹെർണിയയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു. 2-3 മണിക്കൂർ അവിടെ ഇരിക്കും. ആ കസേരയിൽ അവിടെ 2-3 മണിക്കൂർ ഇരുന്നോളാൻ പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം പൊക്കോണം. വളരെ പ്രധാനപ്പെട്ട സർജറി പോലും പണ്ടൊക്കെ 2-3-4 ആഴ്ചയൊക്കെ കിടക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം കഷ്ടിച്ച് കിടന്നാലായി. എത്രയും പെട്ടെന്ന് അവരെ വിടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള എക്സ്പെൻസ്. ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം താമസിക്കാൻ $2,000-3,000 ചാർജ് ചെയ്യുന്നത്. $3,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? $2,000 എന്ന് പറഞ്ഞാൽ $1,000 എന്ന് പറഞ്ഞാൽ തന്നെ 1,00,000 രൂപ. പണ്ടത്തെ കാലത്ത് ഒരു വീട് മേടിക്കാനുള്ള പൈസയുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ 6 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു പറഞ്ഞാൽ എത്ര ഗുരുതരമായിട്ടുള്ള അനുഭവത്തിൽ നമ്മൾ കേട്ടല്ലോ. അനുഭവങ്ങളൊക്കെ ആ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കൊണ്ടുപോയത് ദർശനമല്ല, അനുഭവമായിട്ട് തന്നെയാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ കേട്ടാലും ആളുകൾ പറയും അത് തോന്നലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ബ്രെയിനിലെ സർജറി വന്നുകൊണ്ട് തോന്നിയതാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്താണെങ്കിലും പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ പോയതായ ആ സാഹചര്യവും അതൊക്കെ നമ്മൾ കേട്ടല്ലോ. എത്ര ദൈവികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, ആത്മീകമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കർത്താവിൻ്റെ ദാസൻ പോയി. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ
ജോലിയൊക്കെ ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യത്തിലിരിക്കുന്നു. കാറൊക്കെ ഓടിക്കാൻ, ദൂരത്തേക്കൊക്കെ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ രണ്ടുപേരും മാത്രമായിരിക്കുന്നു. നമുക്ക് കർത്താവ് ദിവസം പറഞ്ഞ പോലെ ഇവിടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ആരെയും കൈവിടുന്നില്ലല്ലോ. നമുക്ക് വിശ്വാസമുള്ളവരായിട്ടിരിക്കാം. കർത്താവിൻ്റെ ദാസൻ എത്രയോ വർഷങ്ങൾ, 40 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ IPCയുടെ സഭാ ശുശ്രൂഷകനായിട്ടൊക്കെ പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുന്നു. കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ശക്തി നൽകട്ടെ. പ്രിയമുള്ളവരെ, ശവസംസ്കാരത്തിന് വേണ്ടി പ്ലാനൊക്കെ ചെയ്തതാണെന്ന് കേട്ടല്ലോ. ഇപ്പോഴും ആ പ്ലാൻ ചെയ്തവരിൽ ചിലരൊക്കെ ചിലപ്പോൾ മരിച്ചുപോയി കാണും. കർത്താവിൻ്റെ ദാസൻ ഇപ്പോഴും ഇന്ന് ഈ സായം സന്ധ്യയിലും പ്രഭാതത്തിലും നമ്മളോട് ശക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. പ്രിയമുള്ളവർ, ദാവീദ് പറയുന്നത്, ഞാൻ മരിക്കുകയില്ല, ഞാൻ യഹോവയുടെ പ്രവർത്തനം, ജീവനുള്ള ദേശത്തിരുന്ന യഹോവയുടെ പ്രവർത്തനം വർണ്ണിക്കും. കർത്താവിൻ്റെ ദാസന് കർത്താവ് ദീർഘായുസ്സ് നൽകട്ടെ, ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും നൽകട്ടെ എന്ന് തുടർന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പേഴ്സണൽ പ്രയറിലും കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഷിക്കാഗോ പ്രയർ ലൈനിൽ വന്ന് നമ്മോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉള്ള സ്നേഹം, സന്തോഷം ഞാൻ പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.